ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ഡാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഭരതനാട്യം 2 മോഹിനിയാട്ടം മൂവി കണ്ടു വന്നിരിക്കുകയാണ്. പടത്തിന്റെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലായിട്ട് പോകാം. പടത്തെ പറ്റി പറയുന്ന മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായി. 4 മാസത്തിനകം ഒട്ടനവധി സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയുണ്ടായി. അത് നല്ലപോലെ വർക്കായിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ ഒട്ടുമിക്ക പേരോട് ചോദിക്കാറുണ്ട്, കാണുന്നവരോട് ചോദിക്കാറുണ്ട്. അല്ലാത്തവര് കമന്റ് ഇട്ട് അറിയിക്കാറുമുണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ. അപ്പൊ വേറൊരു വാർത്തയും കൂടി എടുത്ത് പറയാനുള്ളത്, നമ്മളെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഒരു 400 പേര് തികഞ്ഞതായിട്ട് എല്ലാവരും കൂടി ഒന്ന് എടുത്ത് പറയുകയാണ്. 400 പേരോളം തികഞ്ഞ്. ഒത്തിരി വലിയ സംഭവമൊന്നും അല്ല, എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എത്രയൊക്കെ നേടിയുള്ള ഒരു സന്തോഷം അത് പറയാമെന്ന് തോന്നി പറയാണ്. അപ്പൊ ഓക്കെ, പടത്തെ പറ്റി പറയാം. ഭരതനാട്യം 2 മോഹിനിയാട്ടം. എന്റെ അമ്മോ, എന്ത് പടാണ്! ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയധികം ഞാൻ ചിരിച്ച്, അല്ലെങ്കിൽ അത് ഓർത്തോർത്ത് പടം കണ്ട് ഇറങ്ങി വീട്ടിൽ വന്നതിന് ശേഷം അതിന് ആ കലി നടന്ന സിറ്റുവേഷന് ഓരോ സീനൊക്കെ ഞാൻ ഓർത്തോർത്ത് ചിരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അപൂർവമാണ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ചിരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയുടെ പേര് സംബന്ധിച്ച്. അത് ഓവറോൾ പടത്തിന്റെ ഓരോ ക്യാരക്ടർ തന്നിരിക്കുന്നതാണെങ്കിലും, ഓരോ ക്യാരക്ടർ റോളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും, ആ ക്യാരക്ടർ ഏതൊക്കെ രീതിയിൽ അവർക്ക് കൊടുത്ത ആൾക്കാർ, അത് ആ ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഏതൊക്കെ രീതിയിൽ നല്ലത് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, അത് എല്ലാ തരത്തിലും വെച്ച് നോക്കുകയാണെങ്കിൽ പടം ഒരു കിടിലം പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത് പറഞ്ഞത് ഇന്ന് കാണേണ്ട പടമല്ല. ഇന്നൊരു ലൈക്ക് എന്ന് പറഞ്ഞ തമിഴ് പടം, പിന്നെ പോരാത്തതിന് പള്ളിച്ചട്ടമ്പി, അത് ഇന്നാ റിലീസ് പറഞ്ഞയച്ചത്. അത് പിന്നെ 15-ാം തീയതി റിലീസ് മാറ്റി. അത് അത് കാരണം ഞാൻ പിന്നെ ഓർത്ത് ഇത് എന്തായാലും മലയാളത്തിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കെ. ഇന്ന് 2 പടം റിലീസാണ്. അപ്പൊ മലയാളം തന്നെ പോയി കണ്ടേക്കാന്ന് ഓർത്ത് മലയാളം പോയി കണ്ടതാണ്. അപ്പൊ അടുത്തത് തിയേറ്ററിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പടം. അപ്പൊ ഞാൻ ഓർത്ത് ഫസ്റ്റ് ഞാൻ കണ്ട അത് OTT-യിലാണ് കണ്ടത്. അപ്പൊ കൊള്ളാം, അത്യാവശ്യം നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി പടം. പശ്ചാത്തലം, ആ ഒരു ഫാമിലി പശ്ചാത്തലം നല്ലൊരു വർക്കാണ് നമുക്ക്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു എന്താ മടുപ്പിക്കുകയല്ല, എന്തായാലും അത്യാവശ്യം നല്ലപോലെ ചെയ്ത് ഫാമിലി മൂഡ് ആ തരത്തിലായിരിക്കും പോണെന്ന് പറഞ്ഞ് നമുക്ക് പടം പോയി കാണാൻ പോയത്. ഇത് ഒരു ഡാർക്ക് കോമഡിയാണ് മൊത്തം പിടിച്ചിരിക്കുന്നത്. ഫസ്റ്റിന്റെ അകത്ത് വന്നിരിക്കുന്ന അത്ര അല്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ ടൈപ്പ് കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റിന്റെ അകത്ത്. അത്ര ഡാർക്ക് വൈബ് അല്ല പിടിച്ചിരിക്കുക. പക്ഷെ ഇത് ഫുള്ള് ഡാർക്കാണ്. പക്ഷെ എന്നാലും നല്ലപോലെ നമ്മുടെ ഈ മനസ്സറിഞ്ഞ് നല്ലപോലെ ചിരിച്ച് എൻജോയ് ചെയ്താൽ ഞാൻ ആ പടം കണ്ടത്. ഇനി അത് ഇപ്പോഴും ഓരോ സീനും കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ലപോലെ എനിക്ക് ചിരിയാണത്. അത്രത്തോളം എനിക്ക് അത് വർക്കായി ആ പടം. അത് എന്റെ മാത്രം അഭിപ്രായമാണ് അത് ഞാൻ പറയണത്. മറ്റവരെ അടുത്ത് പറയാണ്, മറ്റുള്ളവരെ കണ്ടിട്ട് നീ മാത്രം അങ്ങനെ പറഞ്ഞ മാത്രം ഒന്നുമില്ല. ചിലപ്പോ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം, ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവും. പക്ഷെ എനിക്ക് നല്ലപോലെ പടം മറക്കുക. ഒരു ഡാർക്ക് കോമഡി വൈബാണ്. പക്ഷെ എന്നാലും നല്ലപോലെ റിലേറ്റ് ചെയ്ത് നമുക്കത് ഇന്ന സമയത്ത് ആ കോമഡി അങ്ങനെ വർക്കായി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനത്തെ ഒരു കോമഡി വർക്കാകും എന്നുള്ള നമുക്ക് തോന്നും പടം കാണുമ്പോ. പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്നെ സംബന്ധിച്ച് നല്ലപോലെ വർക്കായി. അതിൽ ഓരോ ക്യാരക്ടറിനാണെങ്കിലും, പടത്തിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും, ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം അടിപൊളി. ഒരു കുഞ്ഞു കഥയാണ്. ആ കഥയിലെ അമ്മാതി സീനും, അത് നമുക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാവുന്ന ടൈപ്പ് സീനും കാര്യങ്ങളൊക്കെ എല്ലാം കോർത്തിണക്കി ഒരു കിടിലൻ ഒരു കോമഡി. ഇവിടെ ഷൈജു കുറുപ്പിന്റെ എന്താ പറയാ 150-ാമത്തെ മൂവിയാണ് പുള്ളിയുടെ. അത് ഫസ്റ്റ് പടത്തിന്റെ തുടക്കം തന്നെ എഴുതി കാണിച്ചത് 150-ാമത്തെ മൂവി. അപ്പൊ ഞാനത് ദൈവമേ, ഞാൻ പടം കാണുന്ന 150-ാമത്തെ മൂവി വന്നത്. അപ്പൊ അത് നല്ലപോലെ വിജയിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് തോന്നിയിട്ടുണ്ട്. 150-ാമത്തെ മൂവി വരുമ്പോ ഒട്ടനവധി പേര് കളിയാക്കിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിയുടെ പേര് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. പക്ഷെ അങ്ങനെ വരല്ലേ എന്നൊരു പ്രാർത്ഥന ഉണ്ടാകും. എനിക്ക് ഒരു നിരാശ സംഭവിച്ചില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ച. ഭയങ്കര ഇഷ്ടപ്പെട്ട്. പടത്തിന്റെ ഓരോ ക്യാരക്ടർ ആണെങ്കിലും എല്ലാവരുടെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. നമുക്ക് അതിലാണ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പടത്തിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ കൃഷ്ണദാസ് മുരളി. റൈറ്റിംഗും ഡയറക്ഷൻ റൈറ്റിംഗും ഒരാളും കൂടിയുണ്ട്, വിഷ്ണു ആർ പ്രദീപ് റൈറ്റിംഗും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷൈജു കുറുപ്പും മനു കെ നമ്പ്യാർ ഇവരൊക്കെ കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി ബാലു അജു, എഡിറ്റർ ഷഫീർ ബിബി, ആർട്ട് ദിൽജിത്ത് ദാസ്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് വിപിൻ വി നായർ, ധനുഷ് നായർ. ഇവരെ രണ്ടിനും കൂടിയാണ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്.
ഇതെങ്ങനെയാണ് പടത്തിന്റെ ക്രൂ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിട്ട് വരികയാണെങ്കിൽ രാജ് വെഞ്ഞാറമൂട്, ദിവ്യ എം നായർ, വിജയ് ബാബു, ജഗദീഷ് ചേട്ടൻ, ഷൈജു കുറുപ്പ്, ശ്രീജ രവി, ശ്രുതി സുരേഷ്, ബേബി ജൈൻ, വിനയ് ഫോർട്ട്, കലരഞ്ജിനി, ജിനിൽ റക്സ്, നന്ദു പൊതുവാൾ, ജീവൻ ജീവൻ റക്സ്, സന്തോഷ് കെ നായർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, മനോജ് കുമാർ എന്നിങ്ങനെയാണ് പടത്തിന്റെ കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ ഓരോരുത്തരായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ള സുരാജ് വെഞ്ഞാറമൂട്. എന്റെ കുഞ്ഞു സുരാജേട്ടാ, നിങ്ങളിപ്പ ഒരു തമിഴ് പടം ചെയ്തു വന്ന് ആ പടത്തിൽ ഒരു അച്ഛന്റെ ക്യാരക്ടർ ചെയ്ത് അത് അടിപൊളിയാക്കി ചെയ്തു. എന്റെ പിന്നെ രക്ഷയില്ലാത്ത നമുക്ക് അമ്മാതിരി ഒരു ഇമോഷണലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ വർക്ക് അയച്ച് അത് എന്റെ ആ ഒരു കത്തലും കാര്യങ്ങളൊക്കെ മാറി വന്നെങ്കിൽ അപ്പോഴേക്കും അടുത്തൊരു പടമായിട്ട് പോകുന്നു. ഒരു കിടിലൻ പെർഫോമൻസ് നിങ്ങൾ ഇതിനെ കാഴ്ചവെച്ച് രക്ഷയില്ലെന്ന് തന്നെ പറയാം. അമ്മാതിരി ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന അത് കുറച്ച് സീനുകളില് പുള്ളിക്കാരൻ ആദ്യം പറയുന്ന സുരാജേട്ടൻ. അപ്പൊ നമ്മൾ നല്ലപോലെ നമുക്ക് വർക്കായി ആ ക്യാരക്ടർ പുള്ളിക്കാരൻ വന്നിട്ട് അതിനെ അറിയാലോ. പുള്ളിനെ പണ്ടൊട്ട് നമ്മൾ കണ്ടുകൊണ്ട് പരിചയമുള്ള ഒരു മുഖമായതുകൊണ്ട് നല്ലപോലെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദിവ്യ എം നായർ അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷൈജു കുറുപ്പിന്റെ അനിയത്തിയായിട്ട് അല്ലെങ്കിൽ ചേച്ചി എന്നുള്ള രീതിയിലൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിജയ് ബാബു ചെറിയ റോളേ ഉള്ളു. അവിടെ ഇവിടെയൊക്കെ വലിയ ഫോൺ കോളും ഞാനൊക്കെ ചെറിയ ചെറിയ റോളായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ അടിപൊളി. ഞാനൊരു വില്ലനാണെന്നുള്ളൊരു പരുവത്തിനാണ് വെട്ടരുവയും അരിവാളും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നത് വില്ലൻ പരുവാണ്. അങ്ങനത്തെ ഒരു കാറ്റഗറിപ്പെട്ട മനുഷ്യനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റഗറിപ്പെട്ട ഒരു കഥാപാത്രമാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിനെ കാണാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ലപോലെ റിലേറ്റ് ചെയ്ത് ചിരിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറും കൂടിയാണ്. പിന്നെ ഷൈജു കുറുപ്പ് നമ്മുടെ കഥയിലെ നായകൻ. എന്റെ അമ്മ രക്ഷയില്ല. കഥ ഒരു നമ്മളെ ഫസ്റ്റ് നമ്മളെ കണ്ടവർക്ക് അറിയാൻ പറ്റും നല്ലപോലെ ഒരു കുടുംബനാഥൻ, ഒരു വീടും എന്റെ ഫാമിലി ഉള്ള ഒരു ചെറിയ ലോകത്തിൽ പെട്ട് കിടക്കുന്ന ഒരു ചെറിയ വലിയൊരു കുടുംബനാഥന്റെ ഒരു കഥ. നല്ലൊരു റോളാണ് ഷൈജു കുറുപ്പിന് കൊടുത്തത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീജ രവി, അതായത് ഷൈജു കുറുപ്പിന്റെ രണ്ടാനമ്മയായിട്ട് വരുന്നത് ഒരു ക്യാരക്ടറാണ് ശ്രീജ രവി. നമ്മുടെ കാവ്യമാധവനൊക്കെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ പണ്ടുപേർക്ക് ഉള്ളതാണ്. അത് അഭിനയത്തിലായിട്ട് വന്നിട്ട് ഈ അടുത്ത കാലം കുറച്ചാളായിട്ടുണ്ട്. അഭിനയത്തിലായിട്ട് വന്നിട്ട് നല്ല കിടിലൻ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നത്. ശ്രുതി സുരേഷ് അത്യാവശ്യം നല്ലപോലെ അതും നമ്മുടെ അനിയത്തിയായിട്ട്, അത് ഷൈജു കുറുപ്പിന്റെ അനിയത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും കൊള്ളാം. പിന്നെ മെയിൻ പടത്തിൽ ഓവറോൾ ഒറ്റ ക്യാരക്ടർ ബേബി ജൈൻ എന്നാണോ വിളിക്കുന്നത്, ജെയിൻ എന്നാണോ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെയാണെന്ന് തോന്നുന്നത്. പുള്ളിക്കാരന്റെ ക്യാരക്ടർ എന്റെ പൊന്നെ ഒന്നും പറയണ്ട. ആ ക്യാരക്ടർ കൊടുത്തിരിക്കുന്ന ഒരു സ്ക്രീൻ പ്രസൻസ്, അത് ആ പുള്ളി എന്താ പറയാ, പുള്ളിയുടെ ബോഡി ലാംഗ്വേജും ഒരു സംഭാഷണ ശൈലിയും എല്ലാം ഒരു പുള്ളിക്കാരൻ ഓൾറെഡി ഉള്ളതാണ്. അല്ലാതെ ആ ക്യാരക്ടറിന് വേണ്ടി പുള്ളി മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതല്ല. പുള്ളിക്ക് ഉള്ള ക്യാരക്ടർ എങ്ങനെയാണോ ആ ക്യാരക്ടർ തന്നെ ഈ സിനിമയിൽ വേണ്ട ക്യാരക്ടറിന്റെ രൂപത്തിലേക്ക് പുള്ളി ഇത് കൺവെർട്ട് ചെയ്ത് കാണിച്ചത് അടിപൊളിയായിട്ട്. രക്ഷയില്ലെന്നറിയാം. പുള്ളിക്കാരൻ ആലപ്പുഴ ജിങ്കാന എന്ന മൂവിയിലൊക്കെ കണ്ട അതിനകത്തും വലിയ സ്ക്രീൻ പ്രസൻസും ഒരുപാട് ഡയലോഗും കാര്യങ്ങളും ഓവറായിട്ട് കൊടുത്തിരുന്നു. ഇതിലങ്ങനെയല്ല. ഇവിടെ സുരാജ് ഏട്ടന്റെ ഒരു മരുമകൻ അളിയൻ എന്നാണ് ക്യാരക്ടറിലായിട്ടാണ് വന്ന പുള്ളിക്കാരൻ. ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്രസൻസും അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ അല്ല ഓരോ ഡയലോഗ് പറയുമ്പോഴും നമുക്ക് കോമഡി അല്ലെങ്കിൽ നല്ലപോലെ ചിരിയാണ് വരുന്നത്. സീരിയസ് ആയിട്ടുള്ള സീനാണെങ്കിലും പുള്ളിക്കാരൻ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ചിരി വരുള്ളൂ. അതുപോലെ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ്റെത്. എല്ലാവരും ഒന്നിനൊന്ന് ഒരു ഇടിച്ച് മത്സരിച്ച് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ മതി. അമ്മാതിരി പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ എനിക്ക് കരുതുന്നത്. ഒരു ഇഷ്ടപ്പെട്ട് നല്ലപോലെ മനസ്സിറങ്ങി ചിരിച്ച് അല്ലെങ്കിൽ ഒന്നുകൂടി ആലോചിച്ച് നമ്മൾ ചിരിക്കുക എന്നൊക്കെ പറയാറ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞവർക്ക് മനസ്സിലായത്. അപൂർവം ചില സിനിമ മാത്രമേ നമുക്ക് മനസ്സ് നിറഞ്ഞ് ചിരിക്കുക അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് എൻജോയ് ചെയ്യുക എന്നൊക്കെ പറയുള്ളൂ. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്. സെക്കൻഡ് പാർട്ട് സിനിമകൾ അല്ലെങ്കിൽ ഇനി ഈ പടത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സങ്കടം ഉണ്ടാകുന്നത് ഈ ഒരു പടത്തിന് അല്ലെങ്കിൽ മോഹിനിയാട്ടം ഭരതനാട്യമാണ് ഫസ്റ്റ് ഇറങ്ങിയത്. ഭരതനാട്യം 2 മോഹിനിയാട്ടം, അതാണ് അങ്ങനെയാണ്. അപ്പൊ ഭരതനാട്യം ഇറങ്ങിയപ്പോ ഇതിന്റെ ഒരു വില എനിക്ക് കളയരുത് എന്നുള്ളൊരു വേറെ ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് ഇറങ്ങി അത് പൊട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ഒരു ചെറിയൊരു ഇമേജ് ഉണ്ട്. അതായത് വലിയ വിജയമായില്ലെങ്കിൽ പോലും OTT വന്നപ്പോഴാണ് നല്ലപോലെ അത്
കണക്ട് ആയി എല്ലാവർക്കും മറക്കാൻ നല്ലൊരു പടാണെന്ന് വെച്ചാൽ അത് തിയേറ്ററിൽ റിലീസ് ആയപ്പോൾ നല്ലപോലെ വിജയിച്ചില്ല. പക്ഷെ എന്നാലും ഇത് സെക്കൻഡ് പാർട്ട് ഫസ്റ്റിനെക്കാട്ടും ഒന്നൊരു ഡോസ് കൂടി എന്ന് പറഞ്ഞാൽ അത് നല്ല കിടിലൻ. ഇപ്പൊ സെക്കൻഡ് പാർട്ടിന്റെയാണ് കൂടുതലും ഇമേജ് കൂടുതലാന്ന് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിനെക്കാളും കൂടുതലും. എന്നാലും കിടും. ഇപ്പൊ ഈ റീസെന്റ് ഇറങ്ങിയ വാഴ 2 ആണെങ്കിലും അത് കഴിഞ്ഞ ശേഷം ഇറങ്ങി ഇപ്പൊ ഭരതനാട്യം 2 മോഹിനിയാട്ടം ഈ മൂവി ആണെങ്കിലും കിടിലൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ കിടിലൻ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ മൂവി എന്നൊക്കെ പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എല്ലാവരും പോയി വാച്ച് ചെയ്യുക. ഓക്കെ ബൈ.